നമ്മളോടൊപ്പം ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സാർ, ഇന്നലത്തെ ഒരു ആഗോള വിപണിയിൽ പ്രത്യേകിച്ചും US നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ടുള്ളൊരു നേട്ടത്തിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ജാക്ക് സിമ്പോസിയത്തിൽ ജെറോം പവലിൻ്റെ പ്രസ്താവനയൊക്കെ വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് മോഡ് നിക്ഷേപകർ സ്വീകരിച്ചതെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഇന്നലെ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിൽ ഒരു സർപ്രൈസും ഇല്ല. ഇതേ ഫോറത്തിൽ നമ്മൾ ഒത്തിരി തവണ ചൂണ്ടിക്കാണിച്ച ഒരു പോയിന്റ് ആയിരുന്നു അത്. ആൻഡ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, ഞാൻ ജാക്ക് ഹോൾ സിമ്പോസിയത്തിന്റെ ആ ഒരു പ്രസ്താവനയിലൊന്നും കാര്യമായിട്ട് വിലയിരുത്തുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് എക്സ്പെക്ട് എനി കൈൻഡ് ഓഫ് സർപ്രൈസസ് ദർ. ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഇടയ്ക്ക് 44,000 പോയിന്റ് ആയിരിക്കും ആദ്യത്തെ ഒരു സപ്പോർട്ടും, അതിനെ തുടർന്ന് 39,700 പോയിന്റ്സ്. എനിക്ക് തോന്നുന്നില്ല ഡൗ ജോൺസ് ഇൻഡെക്സ് 39,700 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനുള്ള സ്റ്റോക്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴും നാസ്ഡാക്ക് ഇൻഡെക്സിലും നമുക്ക് ഇന്നലെ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ ഒരു തുടക്കം കാണാനിടയായി. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 18,800 പോയിന്റ്. സാർ, ഒപ്പം തന്നെ അതിനോടൊപ്പം കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണെങ്കിൽ, കമോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡ് ഗോൾഡിലേക്കാണ് എത്തുന്നത്. ക്രൂഡിലേക്ക് സംബന്ധിച്ച് വരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കൊരു വിൽപ്പനാ സമ്മർദ്ദം തന്നെയായിരുന്നു നേരിട്ടിരിക്കുന്നത്. നിലവിലും ആ ഒരു സ്ഥിതിക്ക് കാര്യമായിട്ടൊരു മാറ്റമൊന്നും തന്നെ കാണുന്നില്ല. WTI ക്രൂഡ് ബാരലിന് $72.92 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ബ്രെന്റ് ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സ് $77.14 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് കമോഡിറ്റി ഫ്യൂച്ചേഴ്സും ഏകദേശം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോൺ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു കമ്മോഡിറ്റിയിൽ താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ ക്രൂഡിന്റെ കേസ് നോക്കുമ്പോഴേക്കും ക്രൂഡിന് കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ കനത്തൊരു നഷ്ടമായിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മെനഞ്ഞാന്നത്തെ ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും WTI ക്രൂഡ് $71.46 കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ആ $41, ആ 46 ആ ഒരു ലെവലിൽ ഒരു ചെറിയൊരു നേരിയ സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് കവറിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ലെവൽ, ആദ്യത്തെ $75, അതിനെ തുടർന്ന് $76. എനിക്ക് തോന്നുന്നില്ല ക്രൂഡ് ഓയിലിന് 76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസോ പുതിയ ഷോർട്ട് പൊസിഷൻസോ എടുക്കാൻ ശ്രമിക്കരുത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷോർട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഗോൾഡിലേക്ക് എത്തുകയാണെങ്കിൽ ഗോൾഡിൽ നേട്ടം നിലനിർത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം. 0.36% നേട്ടത്തിൽ ട്രോയ് ഓൺസിന് 2,525.8 എന്നൊരു നിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡേ റേഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ 2,519.75 മുതൽ 2,527.5 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഗോൾഡിൽ വ്യാപാരം നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ $2,560 മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വളരെ നേരിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണോ തുടർന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത്? സ്വർണത്തിന്റെ കേസിൽ ട്രെൻഡ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഹൈ ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് സ്വർണത്തിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ $2,458 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിന്റെ ഓൾ ടൈം ഹൈ $2,570. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ഒരു തുടക്കത്തിൽ, അതായത് 9:15 വ്യാപാരം ആരംഭിച്ചത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിക്കൊണ്ടായിരുന്നു. 24,867 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം ആരംഭിച്ചതെങ്കിൽ പിന്നീട് അവിടെ നിന്ന്, അതായത് ആ ഒരു നിലവാരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഡേ ഹൈയിൽ, അത് ആദ്യത്തെ ഒരു പകുതി പിന്നിടുമ്പോൾ തന്നെ 24,784.45 എന്നൊരു നില വരെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു.
24,811.5 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് നിഫ്റ്റിയിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ പാറ്റേൺ ആയിരുന്നു ഇൻട്രാഡേയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും 24,800 മുതൽ 24,830 വരെയുള്ളൊരു റേഞ്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണായിട്ട് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ആക്ട് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് താങ്കളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? 25,000 എന്നത് ഒരു ലെവൽ മറികടക്കാൻ ഇനിയും ധാരാളം സമയം വേണ്ടി വരുമോ? അല്ല, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ നോക്കുമ്പോഴേക്കും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈവൻ ദോ ദ ട്രെൻഡ് ഇസ് ബുള്ളിഷ്, നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് സോണിലോട്ട് നിഫ്റ്റി 50 എത്തിക്കഴിഞ്ഞു. എൻ്റെ ഒരു ടാർഗറ്റ് സോൺ എന്ന് പറയുന്നത് 24,000 മുതൽ 24,800 പോയിന്റ് വരെ ആയിരുന്നു. ആൻഡ് ആ ഒരു ടാർഗറ്റ് സോൺ എത്തിയതിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നിഫ്റ്റി 50യിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 250 മുതൽ 400 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ലോ റിസ്ക് ആയിട്ട് നിഫ്റ്റി 50 ഹെവി വെയ്റ്റ്സിൽ ബാങ്കിങ് സ്റ്റോക്സ് ഒഴികെ വേറെ ഒരു സ്റ്റോക്സിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കും. യെസ്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് എത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് ധാരാളം ഒരു മെച്ചപ്പെട്ടൊരു പ്രകടനം തന്നെയായിരുന്നു നടത്തിയത്. 50,985.7 എന്ന നിലയിൽ ഏകദേശം 0.5% നേട്ടം നിലനിർത്താനായിട്ട് ക്ലോസിംഗിൽ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡേ റേഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ 50,794.45 എന്നൊരു നിലവരെ ഇടിയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്നതും കാണാം. ഒരു ഡേ ഹൈയിലേക്ക് നോക്കുമ്പോൾ 51,080 എന്ന നിലവാരമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. സർ തന്നെ നമ്മളുടെ ഒരു ഫോറത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50,850 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ വലിയൊരു മൂവ്മെൻറ്റ് നിഫ്റ്റി ബാങ്കിൽ കാണാമെന്ന്. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ആ ഒരു നിലവാരം ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. ഒപ്പം തന്നെ ആ ഒരു നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യാനും നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അല്ല, പറഞ്ഞത് വളരെ ശരിയാ. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 51,250. അതിനെ തുടർന്ന് 51,650 മുതൽ 51,750 പോയിന്റ് വരെ ഒരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു രണ്ടാമത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കത്തില്ല. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോഴേക്കും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും HDFC ബാങ്കും ഈ ഒരു റിക്കവറി മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. സോ തീർച്ചയായിട്ടും ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രണ്ട് മേജർ ബാങ്കിങ് സ്റ്റോക്സ് നാച്ചുറലി ഈസ് HDFC ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ രണ്ട് ബാങ്കിങ് സ്റ്റോക്സിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. സർ, ഇൻഡെക്സുകളിലേക്ക് എത്തുമ്പോൾ ഇന്നലെ മെറ്റൽ സൂചികയായിരുന്നു ഒരു തിളങ്ങിയ സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത്. 0.5% നേട്ടം നിലനിർത്താനായിട്ട് മെറ്റൽ സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 0.67% നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റിയുടെ മെറ്റൽസ് ഇൻഡെക്സിന്റെ ഔട്ട്ലുക്ക് നോക്കുമ്പോഴേക്കും അത് ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 6 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി വെറും ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ ഞാൻ ഈ സമയത്ത് വിലയിരുത്തുന്നുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിന് 9,450, 9,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കാഴ്ച ഓൾറെഡി മെറ്റൽ സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വൈൻഡപ്പ് ചെയ്യാനോ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. യെസ്, ഒപ്പം തന്നെ മെറ്റൽ സൂചികയിലുള്ള ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 0.5%-നടുത്തൊരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ സൂചികകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 5 ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ആരംഭിച്ചതിന് ശേഷം പിന്നീട് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് നമുക്കൊരു നേരിയ തോതിലുള്ളൊരു പോസിറ്റീവ് ടോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും ഇനിയൊരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ഞാൻ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന് സൂചിപ്പിച്ചെങ്കിലും ഹിന്ദുസ്ഥാൻ കോപ്പർ ഇസ് വൺ ഓഫ് ദ ലോൺ എക്സെപ്ഷൻസ് മെറ്റൽ സ്പേസിൽ. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓഗസ്റ്റ് 6 ആയിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്ന. അത് 282 രൂപയിലായിരുന്നു.
അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 313 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കാണുന്ന 2-3 ടാർഗറ്റ് ലെവൽസ്, ആദ്യത്തെ 330, അതിനെ തുടർന്ന് 330, അതിനെ തുടർന്ന് 345 രൂപയും. ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ താങ്കളുടെ ഫോക്കസിലുള്ള മറ്റ് ഓഹരികൾ ഏതൊക്കെയാണ്? അല്ല, കാര്യമായിട്ട് ഒരു യുനോ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല, except in the case of HDFC Bank and in the case of State Bank of India. പിന്നീട് കഴിഞ്ഞ ഒത്തിരി സെഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡാനി സ്റ്റോക്സ്. അഡാനി സ്റ്റോക്സിൽ പല അഡാനി സ്റ്റോക്സിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ കൺഫർമേഷൻ. അതിനോടൊപ്പം തന്നെ നമുക്ക് റെയിൽവേ സ്റ്റോക്സിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. റെയിൽവേ ഓഹരികളും അതുപോലെ തന്നെ അഡാനി സ്റ്റോക്സ് എലോങ് വിത്ത് HDFC ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കണം നമുക്ക് ഏറ്റവും അധികം ലോ റിസ്ക് ബൈങ് അവസരം ഈ വരും സെഷൻസിൽ നൽകാൻ പോകുന്നത്. ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകരാണ് ഷിപ്പ് ബിൽഡിംഗ് ഓഹരിയുള്ള താങ്കളുടെ ഒരു വ്യൂ ചോദിച്ചിരിക്കുന്നത്. മെസ്ഗോൺ ഡോക്ക്, ഒപ്പം തന്നെ ഗാർഡൻ റീച്ച്, കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള ഓഹരികളിൽ ഒരു പ്രോഫിറ്റ് ടേക്കിന് സമയമായിട്ടുണ്ടോ? അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഈ ഓഹരികളിലൊക്കെ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്സിലൊക്കെ, അതായത് ഗാർഡൻ റീച്ച്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഈ 3 സ്റ്റോക്സിലും കഴിഞ്ഞ ഒരു 4 ആഴ്ചകളായിട്ട് കനത്ത സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നില്ല. ഗാർഡൻ റീച്ചിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1300 രൂപ. അതിൽ ഓർത്തിരിക്കേണ്ടത് അറ്റ് ദിസ് മൊമെന്റ് ഏതാണ്ട് 1750 രൂപയ്ക്ക് അടുത്ത ഗാർഡൻ റീച്ചിന്റെ ട്രേഡിംഗ് നടന്നു വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മേജർ സപ്പോർട്ട് ഏരിയ കാണുന്നത് 1400. നിലവിലുള്ള ട്രേഡിംഗ് ലെവൽ ഇസ് അറൌണ്ട് 2000 രൂപ. സോ വലിയൊരു കറക്ഷൻ തന്നെ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും പ്രതീക്ഷിക്കാം. അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 2900 രൂപയിലായിരിക്കും ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ. ലിവ് ലോങ് വെൽത്ത് സംഘടിപ്പിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാരത് ഓപ്ഷൻ ട്രേഡേഴ്സ് സമ്മിറ്റ്. അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 7:30 വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവന്റിൽ ഹരിപ്രസാദ് കെ, ഷിജുമോൻ ആന്റണി, IT ജഗൻ, ഷാരിഖ് ഷംസുദ്ദീൻ, സുനിൽ മത്തായി തുടങ്ങി ട്രേഡിംഗ് ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്നു. ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡേഴ്സ് സമ്മിറ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടുക. പരിമിതമായ സീറ്റുകൾ മാത്രം. അതിനോടൊപ്പം തന്നെ അനിൽകുമാർ എന്ന പ്രേക്ഷകൻ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.28% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 121.1 എന്ന നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷമാണ് വലിയൊരു ബൈയിങ് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഫെഡ്ഫിനയുടെ ഓഹരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫെഡ്ഫിനയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ ഫെഡ്ഫിന് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് തന്നെ തുടരുന്നു. ഇത് ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാനിടയായി. ആൻഡ് വലിയൊരു ട്രേഡിംഗ് റേഞ്ച് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ നമ്മൾ കണ്ട ഏറ്റവും ഹയസ്റ്റ് ലെവൽ 129 രൂപ 98 പൈസ ആൻഡ് ലോവസ്റ്റ് ലെവൽ ഇന്നലെ കാണാൻ സാധിക്കുന്നത് 118 രൂപ 86 പൈസ. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2-3 സെഷൻസിൽ നമുക്ക് ആ ട്രേഡിംഗ് പാറ്റേൺ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. അതിനുശേഷം ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.27% ഒരു നേട്ടമായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യൂണിയൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
അല്ല, യൂണിയൻ ബാങ്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ലോങ് ടേം ട്രെൻഡും ബെയറിഷായി തന്നെ തുടരുന്നു. എങ്കിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് there's a possibility that ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുമെന്ന്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 135 രൂപ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കാം നമ്മൾ ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് വി വിൽ റീവിസിറ്റ് ദി സ്റ്റോക്ക്. മറ്റൊരു പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു സൈഡ് വേസ് പാറ്റേണിൽ തുടരുന്നൊരു ഓഹരിയായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ചും ഓഗസ്റ്റ് 22 ശേഷം നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു കമൻറ്റ് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് അനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 28 രൂപയിലായിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് അടുത്തൊരു പ്രോഫിറ്റ് കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം. അറ്റ് ദിസ് പോയിന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകനായ പ്രണവ് ലെമൺ ട്രീ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% നേട്ടത്തിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടൊരു 3 ദിവസമായിട്ടും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്താമോ? സർ, ലെമൺ ട്രീ ഹോട്ടൽസ്. .77% ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 133.64 എന്ന നിലയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഡേ ലോ ആയിട്ട്. യെസ് സർ. സോ അല്ല, ലെമൺ ട്രീ ഹോട്ടൽസിന്റെയും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ലെമൺ ട്രീയുടെ കേസിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ട് പോലും നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 140-145 ഇവിടെ. സോ ആ ഒരു റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ അടുത്തൊരു കറക്ഷൻ ഫേസ് വരുമ്പോൾ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ കിർലോസ്കർ ഓയിൽ എൻജിൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സന്തോഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ ഏതൊക്കെയാണ്? കിർലോസ്കർ ഓയിൽ എൻജിൻസിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നല്ലൊരു റിക്കവറി ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് there's a strong possibility ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറുമെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1270 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തെ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1380 മുതൽ 1385 വരെ. ജോർജ് എന്ന പ്രേക്ഷകൻ RCF അഥവാ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു കമൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5% നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. RCFലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്ക് RCF മാത്രമല്ല, മെഡ്രാസ് ഫെർട്ടിലൈസർ, നാഷണൽ ഫെർട്ടിലൈസർ, FACT, പാരാദീപ് ഫോസ്ഫേറ്റ് മുതലായ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സിലൊക്കെ ഇന്നലെ നല്ലൊരു മൂവ്മെന്റ്, നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചു. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ 5 PSU ഫെർട്ടിലൈസർ സ്റ്റോക്സിലും ഇതിന്റെ കറക്ഷൻ ഫേസ് അവസാനിച്ചു എന്ന് ഞാൻ വിലയിരുത്തുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. രാഷ്ട്രീയ കെമിക്കൽസിന്റെ കേസസിൽ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസ് 210 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 220, 235, 248.
യെസ് സർ, അതിനൊപ്പം തന്നെ മാർട്ടിൻ എന്ന പ്രേക്ഷകൻ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അധിക നാളായിട്ടില്ല, മെയ് 30-നായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിരുന്നു. 9% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഫീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എന്താ കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, ഓഫീസ് AWFIS, ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ലിമിറ്റഡ്. ഓക്കെ, അനില ചൂണ്ടിക്കാണിച്ചതുപോലെ ഓഫീസിന്റെ ലിസ്റ്റിങ്ങിന് ശേഷം അധികം നാളായിട്ടില്ല. കഷ്ടിച്ച് 2-2.5 മാസമേ ആയിട്ടുള്ളൂ. ആൻഡ് ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായിട്ട് നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ഓഫീസ് സ്പേസ് സൊല്യൂഷൻ. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിൽ താമസിക്കാതെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 778 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 940 മുതൽ 980 ഇതായിരിക്കും മേജർ റെസിസ്റ്റൻസ് ഏരിയ. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഷഫീഖ് എന്ന പ്രേക്ഷകൻ ലൈക്ക ലാബ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത്. ഇന്നലെ ഏകദേശം 4.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക ലാബ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലൈക്ക ലാബ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ ഹൈ വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 143. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 110 രൂപയിലോ കാണുന്നത്. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4.9% നേട്ടത്തിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരി കൂടിയാണ് ഇത്. ബാലു ഫോർജിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ബാലു ഫോർജും ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ബാലു ഫോർജ്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 609 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 680, അതിനെ തുടർന്ന് 700 രൂപയിലോ ആയിരിക്കും. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺലൈക്ക് ഗാർഡൻ റീച്ച്, മാസഗോൺ ആൻഡ് കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഈ ഒരു സ്റ്റോക്കിൽ ആ ഒരു വീഴ്ച അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 4,480 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4,920 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 5,150, അതിനെ തുടർന്ന് 5,600 രൂപയിലും ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഭാരത് ഡൈനാമിക്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,200 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 315 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 340 ഒന്നിലധികം പ്രേക്ഷകർ ടാറ്റ പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ടാറ്റ പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ടാറ്റ പവർ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 398 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 440 രൂപയില. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. സാർ, ഒപ്പം തന്നെ റെയിൽവേ സെഗ്മെന്റിൽ നിന്നുള്ള ചില ഓഹരികളുടെ ഒരു കമന്റ് കൂടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൂടി റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ഇർക്കോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇർക്കോണിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് നമുക്ക് റെയിൽവേ ഓഹരികളിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ടെന്ന്. അതിൽ തീർച്ചയായിട്ടും ഇർക്കോണും ആ ഒരു സെറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇർക്കോണിന്റെ കേസിൽ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 258 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സൈഡ് വേസ് ട്രെൻഡിൽ നിന്നും നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 285 റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സർ, മറ്റൊരു പ്രേക്ഷകർ നൈക്കയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നൈക്കയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നൈക്കയുടെ കേസിൽ മെഞ്ഞാന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ് ആ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഓൾമോസ്റ്റ് ഒരു 19% ആയിരുന്നു ഇൻട്രാഡേയിൽ നേട്ടം നൽകിയത്. അതിനെ തുടർന്ന് ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായി. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 180 രൂപയില. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. സർ, ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്.